CPI തങ്ങൾ കുറച്ചുകൂടെ മതനിരപേക്ഷത ഉള്ള നിലപാടുള്ള പാർട്ടിയാണെന്നും വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നുമില്ല എന്ന് പൊതുസമൂഹത്തോട് വന്ന് പറയുകയാണ്. ഇന്നലെ 45 മിനിറ്റ് നേരം എടുത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ ബിനോയ് വിശ്വം അടിമുടി പറഞ്ഞത് മുഴുവൻ ഞങ്ങൾ വെള്ളാപ്പള്ളി അംഗീകരിക്കുന്ന, വെള്ളാപ്പള്ളിക്ക് LDFുമായി ബന്ധമില്ല, വെള്ളാപ്പള്ളി അല്ല LDF എന്ന് 3 കാര്യങ്ങൾ വളരെ അസന്നിഗ്ധമായ ഭാഷയിൽ ശബ്ദം ഉയർത്തി തന്നെയാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. അവരുടെ പാർട്ടി ചെറുതാണെങ്കിലും തൽക്കാലത്തേക്കെങ്കിലും വെള്ളാപ്പള്ളിക്കെതിരായിട്ട് വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്ന് ഉറക്കെ പറയാനുള്ള ധൈര്യം അദ്ദേഹം കാണിച്ചു. പക്ഷേ മറുവശത്ത് CPMനകത്ത് ഇന്ന് MV ഗോവിന്ദനും പറയുന്നു വെള്ളാപ്പള്ളി ഒരു വർഗീയവാദിയായി ഞങ്ങൾ കാണുന്നില്ല. ഇത് മിനിഞ്ഞാന്ന് പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞ തന്നെയാണ് അവിടെയും ആവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നഷ്ടം വരുന്നത് ആർക്കാണ്? യഥാർത്ഥത്തിൽ LDFന് തന്നെയാണ്. LDFനോടൊപ്പം നിന്ന, അതായത് 2021 2016 LDFനോടൊപ്പം നിന്ന ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ഈ പാർട്ടിയിൽ അകന്നുപോയി എന്നുള്ളത് കണ്ടതാണ്. അപ്പോൾ അതിന് ബദലായിട്ടാണ് ഭൂരിപക്ഷ വർഗീയതയെ പരാമർശിക്കുന്ന തരത്തിലേക്ക് വീണ്ടും CPM പോകാൻ നിർബന്ധിക്കപ്പെടുന്നതും അത് കേരളത്തെ വേറൊരു ധ്രുവീകരണത്തിലേക്ക് എത്തിക്കുമെന്നുള്ള ഭയപ്പാട് CPIക്കുണ്ട്. കാരണം ഈ റിയാക്ഷൻസ്, കാരണം അവരുടെ CPIയുടെ വിലയിരുത്തൽ തന്നെ കേരളത്തിൽ പ്രധാനപ്പെട്ട രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ പൂർണ്ണമായും UDFിലേക്ക് ഒലിച്ചുപോയി എന്നാണ് അവരുടെ കണ്ടെത്തൽ. അപ്പോൾ ഒരു തരത്തിൽ പോലും കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ LDFനെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ള അപായ സൂചന CPIക്കുണ്ട്. പക്ഷേ ആ കാര്യം CPM അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. വീണ്ടും ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മറുവശത്ത് ഭൂരിപക്ഷ വർഗീയതയുടെ വക്താക്കളായിട്ട് BJP നിൽക്കുമ്പോൾ CPMൻ്റെ വോട്ടുകളാണ് BJPയിലേക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ 2 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും കണ്ടു. ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും CPMൻ്റെ വോട്ടുകളാണ് BJPയിലേക്ക് ചോർന്നു പോകുന്നതായിട്ട് കണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നൽകുന്ന വലിയൊരു അപായ സൂചന LDFനുണ്ട്. അത് അവർ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം.